സിനിമയിലെ നാഗവല്ലിയെ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ മണിച്ചിത്രത്താഴ് എന്ന സിനിമയ്ക്ക് പിന്നിൽ കേരളത്തിലെ ഒരു പഴയ തറവാട്ടിൽ നടന്ന യഥാർത്ഥമായ ചില സംഭവങ്ങളുണ്ട്. ആലപ്പുഴ ജില്ലയിലെ മുട്ടം എന്ന ഗ്രാമത്തിലെ വാരനാട്ടുമഠം എന്ന തറവാടാണ് സിനിമയിലെ മാടമ്പള്ളി. അവിടുത്തെ കാരണവരായിരുന്ന കൊച്ചുരാമൻ തമ്പി എന്ന അതിശക്തനായ മനുഷ്യനും അദ്ദേഹത്തിന്റെ തടവറയിൽ കഴിഞ്ഞിരുന്ന ഒരു നർത്തകിയും ഇവരാണ് ഈ കഥയിലെ യഥാർത്ഥ കഥാപാത്രങ്ങൾ. ഏതാണ്ട് 200-ലധികം വർഷങ്ങൾക്ക് മുൻപ് വാരനാട്ട് മഠത്തിലെ കാരണവർ തമിഴ്നാട്ടിൽ നിന്നും ഒരു പ്രശസ്ത നർത്തകിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അവളുടെ നൃത്തത്തിലും സൗന്ദര്യത്തിലും ആകൃഷ്ടനായ കാരണവർ അവളെ തന്റെ അന്തഃപുരത്തിൽ താമസിപ്പിച്ചു. എന്നാൽ ആ നർത്തകി മറ്റൊരാളെ പ്രണയിച്ചിരുന്നു. തന്റെ പ്രണയിതാവിനെ കാണാൻ അവൾ രഹസ്യമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതറിഞ്ഞ കാരണവർ ക്രുദ്ധനായി. ഒരു രാത്രിയിൽ ആ നർത്തകി തന്റെ കാമുകനെ കാണാൻ പോകുന്നതിനിടെ കാരണവർ അവളെ പിടികൂടുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. കൊല്ലപ്പെട്ട നർത്തകിയുടെ ആത്മാവ് ആ തറവാട്ടിൽ അലഞ്ഞു നടക്കാൻ തുടങ്ങിയെന്നും കുടുംബത്തിലെ പുരുഷന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങിയെന്നും നാട്ടുകാർ വിശ്വസിച്ചു. ഇതിനെ തുടർന്നാണ് ആ മഠത്തിൽ ഒരു തെക്കിനി നിർമ്മിച്ചതും അവളെ അവിടെ ആവാഹിച്ച് മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയതും. സിനിമയിലേതുപോലെ ഒരു മന്ത്രവാദി വന്ന് അവളെ തളച്ചു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് തലമുറകളോളം ആ തെക്കിനി തുറക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. വാരനാട്ട് മഠത്തിലെ ഈ ഐതിഹ്യത്തെ ആധാരമാക്കിയാണ് മധുമുട്ടം മണിച്ചിത്രത്താഴ് എന്ന തിരക്കഥ ഒരുക്കിയത്. യഥാർത്ഥ ചരിത്രത്തിലെ ആ നർത്തകിക്ക് നാഗവല്ലി എന്നായിരുന്നോ പേര് എന്ന് വ്യക്തമല്ലെങ്കിലും സിനിമ വന്നതോടെ ആ ആത്മാവിന് നമ്മൾ നാഗവല്ലി എന്ന പേര് നൽകി. ഇന്നും വാരനാട്ട് മഠത്തിൽ ആ പഴയ തെക്കിനിയും ചരിത്രത്തിന്റെ ഓർമ്മകളും നിലനിൽക്കുന്നു. ഒരു നർത്തകയുടെ അടങ്ങാത്ത പ്രണയവും അതിലും വലിയ പ്രതികാരവും ഇന്നും മലയാളികളുടെ മനസ്സിൽ ഒരു നിഗൂഢതയായി അവശേഷിക്കുന്നു.